ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളൊരു വേറെ ആ സൈറ്റിൽ തന്നെ വേറൊരു ബാത്റൂം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്തെന്ന് നോക്കാം. അതുപോലെ ഷവർ, ഹീറ്റർ മുകൾക്ക്, പിന്നെ ടാപ്പ് പോയിൻ്റ്, CPUസിൻ്റെ പോയിൻ്റ്. പിന്നെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഈ ക്ലോസറ്റ് ഇങ്ങനെ കേട്ടോ വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ അതിനൊരു വെള്ളം കയറുന്നൊരു പോയിൻറ്റും ഇവിടെ ഒരു അടുത്ത ഫസ്റ്റ് തൊട്ടുണ്ട്. വാഷ് പീസ് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് ഇട്ടുള്ളത്. നമ്മൾ ഏകദേശം ടൈൽ കഴിഞ്ഞ് ഒരു 50-60 അളവിലായിരിക്കും കേട്ടോ പൈപ്പ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേസ്റ്റിന് ട്രാപ്പ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ നേരെ അങ്ങനെ അവിടെ നിന്ന് പൈപ്പ് നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഹാളിലൊരു വാഷ് പീസാണ്. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് നേരെ ആ ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടിയിട്ട് അവിടെ വെള്ളത്തിൻ്റെ പോയിൻ്റ് വേസ്റ്റ് നേരെ നമ്മൾ നട്ട് അവിടെ അകത്ത് ട്രാപ്പിൽ കൊടുക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പൊക്കെ ആസ്ട്രാളിൻ്റെ പൈപ്പാട്ടോ. ആസ്ട്രാൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പൈപ്പാണ്. എല്ലാ കാര്യങ്ങളും ആസ്ട്രാളാണ്. 4 ഇഞ്ചിലും എല്ലാത്തിലും ഫിറ്റിങ്സ് എല്ലാം ആസ്ട്രാളിലാണ്. നമ്മൾ തേച്ചെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യണം. അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്ത് നല്ല ടൈറ്റിൽ സിമെൻറ്റിൽ നടക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റ് പ്രോപ്പർ ആവുള്ളൂ. പിന്നെ ഈ ടാപ്പ് പോയിൻ്റെ അളവൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫിനിഷിങ്ങിലൊരു 75 വന്ന് നിൽക്കട്ടോ. ടൈൽ വർക്ക് കഴിഞ്ഞ് ടൈലിൻ്റെ മുകളിൽ നിന്ന് ഒരു 75, ഷവർ കോക്ക് 120 പിന്നെ ഇത് നമ്മൾ മാക്സിമം പൊക്കും ഷവറിൻ്റെ ഹൈറ്റ്. പിന്നെ ഹെൽത്ത് ക്ലോസ്റ്റും അതേപോലെ ഒരു 75 സെൻറ്റിമീറ്ററിലിട്ട് പോകും. അതിലങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഹെൽത്ത് ക്ലോസ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ട്യൂബ് ഇങ്ങനെ അടി തട്ടാതെ കറക്റ്റ് സീറ്റിങ് ആയിരിക്കാൻ വേണ്ടി. ഇത് നമ്മളൊരു ഏകദേശം അടിയിൽ നിന്നൊരു 30 അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിയിൽ പൊക്കി വെക്കും ടാങ്ക് കയറാനുള്ള വെള്ളത്തിൻ്റെ. പിന്നെ വാഷ് ബേസിൻ്റെ പോയിൻ്റ് നമ്മൾ ഫിനിഷിങ് എന്നൊരു 60 സെൻറ്റിയിലാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. ഒരു 60 സെൻറ്റിയിൽ ടാപ്പ് പോയിൻറ്റും ആംഗിൾ കോക്ക് ഫിറ്റ് ചെയ്യാനുള്ള പോയിൻറ്റും പിന്നെ വേസ്റ്റിൻ്റെ ലൈന് നമ്മൾ 60 സെൻറ്റി ഫിനിഷിങ് കഴിഞ്ഞിട്ട് ടൈലിൻ്റെ മുകളിൽ നിന്ന് പൈപ്പിൻ്റെ സെൻറ്റർ. അപ്പോൾ നമുക്കിവിടെ ഒരു 80-85 അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ബേസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ പൈപ്പ് കൊടുത്ത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അളവുകളൊക്കെ, നമ്മൾ കുളിക്കുന്ന ഏരിയ ഒരു 100 മീറ്ററിലാട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ പൈപ്പ് ഇങ്ങനെ കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് CPUസിൻ്റെ പൈപ്പ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയൊരു ബോർഡുണ്ട്, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ വാഷ് ബേസ് കൊടുത്തിട്ടുള്ള ഒരു 50 ഫിനിഷിങ്ങിന് ഒരു 50 ചെയ്തിട്ടുള്ളത്. ഇവിടെ ടേബിൾ ടോപ്പ് വാഷ് ബേസ് ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കറക്റ്റ് ക്ലിയറായി പോയിൻ്റൊക്കെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടാപ്പ് പോയിൻ്റ് 40 വന്നത്, അതായത് ആംഗിൾ കോക്ക് ഫിറ്റ് ചെയ്യണം. അവിടെ ഒരു മിറർ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ട്രാപ്പ് നമ്മളിങ്ങനെ പൊളിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലപോലെ കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. നല്ലപോലെ കോൺക്രീറ്റ് ഇട്ട് നല്ല സ്ട്രോങ്ങിൽ സെറ്റ് ചെയ്യണം. പ്ലസ് ഈ ഭാഗത്ത് 4 ഇഞ്ചിൻ്റെ അവിടെ പ്ലസ് നമ്മൾ ഈ പൈപ്പ് പോകുന്നുണ്ട്, മണ്ണും കല്ലൊന്നും വെച്ച് സെറ്റ് ചെയ്ത് നല്ലപോലെ കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെയുള്ള ഈ ടാപ്പുകളുടെ പോയിൻ്റ് വരുന്നുണ്ടല്ലോ, ഈ പോയിൻ്റ് എൽബോ അങ്ങനെയൊക്കെയുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ചും കൂടെ അങ്ങനെ വെട്ടി കൊടുത്തിട്ട് നല്ലപോലെ സിമെൻറ്റിൽ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ വെട്ടി ലെവലിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സെറ്റ് ചെയ്യരുത്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാപ്പ് പോയിൻ്റൊക്കെ നമുക്ക് ഇളക്കം വരും ഭാവിയിൽ. അപ്പോൾ ഇവിടെ നല്ലപോലെ വെട്ടിയിട്ട് നല്ലപോലെ സിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ബെൽറ്റിൽ നിന്ന് കല്ലിൻ്റെ ഒരു 50-60 സെൻറ്റി, ഒരു 50-40 സെൻറ്റിലാണ് നമ്മൾ വെട്ടിപ്പൊളിച്ചിട്ട് ഇങ്ങനെ എല്ലാം പൈപ്പുകൾ ഉപയോഗിക്കുന്നത്. പോയിൻറ്റുകളെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കാറാണ്, ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാറാണ് ഇവിടുത്തെ. അതായത് അപ്പോൾ ആ പോകുന്ന ലൈനിൽ നേരിട്ട് ചെയ്യാറില്ല. അപ്പോൾ അവിടെ ഒരു അങ്ങനെ സിറ്റുവേഷൻ ആയത് മാത്രമാണ് വെച്ചാൽ, അല്ലാത്തടത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറ്.
ഈ ബാത്റൂമിലായാലും ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ടേപ്പ് പോയിൻറ്റിന് ഇതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയിൻ്റ് മാറ്റി ഈ പോയിൻ്റ് ചിലപ്പോൾ മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പൈപ്പിൽ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ നമുക്ക് ടൈല് കട്ട് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ചെറിയൊരു ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് സംഭവം ആ പോയിൻ്റ് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ ഇതുകൊണ്ട്. അപ്പോൾ പൈപ്പ് പുതിയ ആളുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നേരിട്ട് പോകുന്ന ലൈനിൽ ചിലവ് കുറക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത്. നേരിട്ട് കൊടുക്കരുത്. ഒരു പൈപ്പ് അടിച്ച് അതിനകത്ത് ടീട്ട് താഴെ പോയിൻ്റായിട്ട് എവിടെയാണോ പോയിൻ്റ് അങ്ങോട്ട് ലേശം പൊക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും റിപ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ പൈപ്പ് അടിക്കുന്നതിൽ ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. കൺസീൽഡ് വർക്കിൽ ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നല്ലപോലെ തേച്ച് സെറ്റ് ചെയ്യുക. പ്രഷർ ടെസ്റ്റും ചെയ്യണം. പ്രഷർ നല്ലപോലെ ടെസ്റ്റ് ചെയ്യണം. പ്രഷർ പമ്പ് വെച്ച് പ്രഷർ ടെസ്റ്റർ വെച്ചിട്ട് നല്ലപോലെ പ്രഷർ ടെസ്റ്റ് ചെയ്യുക. നല്ലപോലെ പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം തേക്കാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ പൊട്ടൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പ്ലംബിങ് ചെയ്യുന്നവരും വീട്ടുകാരും ശ്രദ്ധിക്കുക. പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ട കാര്യം നിർബന്ധം ക്ലയൻറ്റിനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.